iPlusന്റെ ഓൺലൈൻ ക്ലാസ്സിന്റെ പുതിയൊരു വീഡിയോസിൽ എല്ലാവർക്കും സ്വാഗതം. നമ്മളിന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് പുതിയൊരു നോട്ടിഫിക്കേഷൻ്റെ ഇൻഫർമേഷൻ ആണ്. അത് നമ്മുടെ 2026 വരാൻ പോകുന്ന HSST കെമിസ്ട്രിയുമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന ഒരു നോട്ടിഫിക്കേഷൻ്റെ ഡീറ്റെയിൽസ് ആണ് നമ്മൾ ഇന്നത്തെ ഈ ഒരു വീഡിയോ സെക്ഷനിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. എല്ലാവർക്കും ഒരു ഡ്രീം ആയിരിക്കും ഒരു HSST അധ്യാപകനാവുക എന്നുള്ളത്. അതിൻ്റെ ബെനിഫിറ്റ്സും കാര്യങ്ങളും എല്ലാം നിങ്ങൾക്കറിയാം. അപ്പം അതെങ്ങനെ ആവാൻ നിങ്ങളെ സഹായിക്കും, അതാണ് ഞാൻ ഇന്നത്തെ ഒരു വീഡിയോ സെക്ഷനിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. നമ്മുടെ ടോപ്പിക്കിനെ പറ്റി പറയുകയാണെങ്കിൽ ഒരു വാസ്റ്റ് ലെവലോ ടോപ്പിക്കാണ് നമുക്ക് തന്നിരിക്കുന്നത് അല്ലേ. ഇനോർഗാനിക്, ഓർഗാനിക്, ഫിസിക്കൽ. അത് ഞാൻ വീണ്ടും ഒരു ക്ലാസിഫൈ ചെയ്ത് വലിയൊരു PG ലെവൽ ടോപ്പിക്കാണ് നമ്മുടെ മുന്നിൽ നിർത്തിയേക്കുന്നത് അവർ. അപ്പം iPlus ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഈ ഒരു ടോപ്പിക്ക് നമുക്ക് ഇത് മുൻകൂട്ടി നമ്മൾ ഈ കാര്യം അനൗൺസ് ചെയ്ത് എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മളൊരു പുതിയൊരു ബാച്ച് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. അത് C50 എന്നാണ് നമ്മൾ ആ ബാച്ചിനെ വിളിക്കുന്നത്. 50 പേർക്കാണ് നമ്മൾ അഡ്മിഷൻ കൊടുക്കുന്നത്. അതിൻ്റെ ഉദ്ദേശം എന്ന് പറയുന്നത് ഈ 50 പേരെയും ടോപ്പ് റാങ്കിൽ എത്തിക്കുക. അതായത് ഈ HSST കെമിസ്ട്രിയുടെ സിലബസ് നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും. നമുക്ക് അനാലിസിസിലോട് പിന്നെ പോവാം. അപ്പോൾ സിലബസ് നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവുന്ന കാര്യം എന്ന് പറയുന്നത്, ഒരുപാട് കാര്യങ്ങൾക്ക് നിങ്ങൾക്ക് പഠിക്കാനുണ്ട്. ചെറിയൊരു കാലയളവ് കൊണ്ട് പഠിച്ചു തീർക്കാൻ പറ്റുന്ന ടോപ്പിക് അല്ല ഇത്. നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് സമയമെടുത്ത് ഓരോ ടോപ്പിക്കും ക്ലിയർ ആൻഡ് ക്രിസ്റ്റലായിട്ട് പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഡെഫിനറ്റ് ആയിട്ടും നല്ലൊരു റാങ്കിൽ എത്താൻ പറ്റും. നമ്മുടെ ഉദ്ദേശം അത് തന്നെയാണ്, നല്ലൊരു റാങ്കിൽ എത്തുക. എങ്കിൽ മാത്രമേ നമുക്ക് ജോബ് കിട്ടത്തുള്ളൂ. അപ്പം ആ ഉദ്ദേശത്തോടു കൂടിയാണ് iPlus പുതിയൊരു ബാച്ച് സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നത്. അത് C50 ബാച്ചാണ്. 50 പേർക്ക് ഇൻറ്റൻസീവായിട്ട് ലോങ് ടേം കോച്ചിങ് കൊടുക്കുക എന്നുള്ളതാണ് ഞങ്ങളുടെ ഉദ്ദേശം എന്ന് പറയുന്നത്. അപ്പോൾ ഈ ബാച്ചിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത്, നമുക്ക് റെക്കോർഡഡ് ക്ലാസ്സുകളും അതിനോടൊപ്പം ലൈവ് സെക്ഷൻസും ഡൗട്ട് ക്ലിയറൻസ് സെക്ഷൻസും പിന്നെ പേഴ്സണൽ അസിസ്റ്റൻസും ഉണ്ടായിരിക്കും. അപ്പം ഈ ഒരു ബാച്ചിൻ്റെ പ്രത്യേകത നമ്മുടെ സിലബസിൽ ഉൾക്കൊണ്ടുകൊണ്ട്, അതായത് സിലബസിൻ്റെ കംപ്ലീറ്റ് ടോപ്പിക്കുകളും ഉൾക്കൊണ്ടുകൊണ്ട് നിങ്ങളെ കംപ്ലീറ്റ് ആയിട്ടും ആ സിലബസ് മനസ്സിലാക്കി എടുപ്പിച്ച് പഠിപ്പിക്കുക. അതാണ് മെയിനായിട്ടും ഈ ഒരു ക്ലാസ്സിൻ്റെ അല്ലെങ്കിൽ ഈ ഒരു നമ്മുടെ കോഴ്സിൻ്റെ ഉദ്ദേശം എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് എന്തായാലും നമ്മുടെ സിലബസിലോട്ടൊന്ന് ജസ്റ്റ് ഒന്ന് പോകാം. എന്തൊക്കെ നിങ്ങൾ പഠിക്കണം, എങ്ങനെയാണ് ഞങ്ങൾ നിങ്ങളെ പഠിപ്പിക്കാൻ പോകുന്നത്, അത് സിലബസിനെ ബേസ് ചെയ്ത് നമുക്ക് നോക്കാം. മെയിനായിട്ട് നമുക്ക് വേണ്ടതെന്ന് പറയുന്നത് ഒരു ടോപ്പിക്ക്, നിങ്ങൾക്കറിയാം PSC ലെവൽ അല്ലെങ്കിൽ ഏത് മൾട്ടിപ്പിൾ ചോയ്സ് ലെവൽ അല്ലെങ്കിൽ ഏത് നമ്മളുടെ കോമ്പറ്റേറ്റീവ് എക്സാംസ് നോക്കിക്കഴിഞ്ഞു കഴിഞ്ഞാലും നമുക്ക് കൂടുതലായിട്ടും വേണ്ടതെന്ന് പറയുന്നത്, ഒന്ന് സ്പീഡാണ് ഡെഫിനറ്റ്ലി അല്ലേ. രണ്ടെന്ന് പറയുന്ന ആ ടോപ്പിക്കിനെ പറ്റിയുള്ള ഡെപ്ത് നോളജാണ്. അറ്റവും മൂല്യം പഠിച്ചുകൊണ്ട് പോയ ഒരാൾക്കും ഡെഫിനറ്റ് ആയിട്ടും ആ ക്വസ്റ്റ്യൻസ് അപ്പിയർ ചെയ്യാനോ അറ്റൻഡ് ചെയ്യാനോ പറ്റില്ല. കാരണം ഡെപ്തായിട്ട് നോളജ് ഇല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് അവിടെ ചെല്ലുമ്പോൾ കൺഫ്യൂഷൻ ആകുമ്പോൾ 2-3 ഓപ്ഷൻസ് ഒക്കെ നമുക്ക് കറക്റ്റായിട്ട് തോന്നും. ഇതിൻ്റെ കറക്റ്റായിട്ട് റോങ് ഓപ്ഷൻ തന്നെ നമ്മൾ ചൂസ് ചെയ്യുകയും ചെയ്യും. അപ്പോൾ ആ ഒരു രീതി മാറണമെന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ് ആയിട്ട് നിങ്ങൾ ഇൻറ്റൻസീവായിട്ട് ഡെപ്തിൽ നോളജ് അറിഞ്ഞിരിക്കണം, അല്ലെങ്കിൽ ആ ടോപ്പിക്കിനെ പറ്റി അറിഞ്ഞിരിക്കണം. സോ അത് തന്നെയാണ് iPlus ഉദ്ദേശിക്കുന്നത്. ഇത്രയും സമയമെടുത്ത് ഇപ്പം മുൻകൂട്ടി നമ്മൾ അനൗൺസ് ചെയ്യുന്നതിൻ്റെ ഉദ്ദേശം തന്നെ ഇതാണ്, ഒരു ലോങ് ടേം ആയിട്ട് നിങ്ങളെ പഠിപ്പിച്ച് കൊണ്ടുവരിക. അത് തന്നെയാണ് നമ്മൾ അതുകൊണ്ടാണ് കുറച്ച് കുട്ടികൾക്ക് തന്നെ നമ്മൾ അഡ്മിഷൻ കൊടുക്കുന്നതും. എന്തായാലും നമുക്ക് നേരെ നമ്മുടെ സിലബസിനെ ഒന്ന് നോക്കാം. നമുക്ക് മെയിനായിട്ടും 70 മാർക്കിനാണ് ഇത് നമ്മളുടെ 2023 നടന്ന എക്സാമിൻ്റെ സിലബസാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ഏകദേശം അതേ സിലബസ് തന്നെയായിരിക്കും. ചെറിയ മാറ്റങ്ങൾ വരുന്നെങ്കിലേ ഉള്ളൂ. കാരണം 2023 സിലബസ് തന്നെ ഏകദേശം കംപ്ലീറ്റ് PG ലെവൽ സിലബസ് ആയിരുന്നു. അപ്പോൾ ആ സിലബസിനെ നോക്കിക്കൊണ്ടായിരിക്കും നമ്മൾ ക്ലാസ്സസ് സ്റ്റാർട്ട് ചെയ്യുന്നത്. എന്തെങ്കിലും സിലബസിൽ മാറ്റം വരികയാണെങ്കിൽ എന്തെങ്കിലും ടോപ്പിക് ആഡ് ചെയ്യുക ആയിരിക്കും അവർ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അത് നമ്മൾ ആ സമയത്ത് ക്ലിയർ ചെയ്യുന്നതായിരിക്കും. അപ്പം 70 മാർക്കിനാണ് നമ്മളുടെ സിലബസിൽ കഴിഞ്ഞ വർഷം 2023 ചോദിച്ചത്. അപ്പോൾ അതിൽ നമുക്ക് മൊഡ്യൂൾ 1 നമുക്ക് നോക്കാം. ഈ ഓരോ മൊഡ്യൂൾസും ഒരുപാട് കാര്യങ്ങൾ എന്തൊക്കെയോ കിടന്ന് പറയുന്നുണ്ട്. പക്ഷേ ഇതെല്ലാം നിങ്ങൾ പഠിക്കേണ്ട രീതിയാണ് നമ്മൾ പറയാൻ പോകുന്നത്. മൊഡ്യൂൾ 1 നമ്മൾ ഇനോർഗാനിക് കെമിസ്ട്രിയിൽ നമുക്ക് മെയിനായിട്ട് ഒരു ഫോക്കസ് ചെയ്യുന്നത് നമ്മളുടെ കെമിക്കൽ ബോണ്ടിങ് എന്ന് പറയുന്നൊരു ചാപ്റ്റർ. അതിനകത്ത് കുറേ കാര്യങ്ങൾ അവർ പറയുന്നുണ്ട്. കെമിക്കൽ പീരിയോഡിസിറ്റി, കെമിസ്ട്രിസിറ്റി ഓഫ് ഹൈഡ്രജൻ S ബ്ലോക്ക് എലമെൻറ്റ്സ്, ദെൻ കെമിസ്ട്രി ഓഫ് P ബ്ലോക്ക് എലമെൻറ്റ്സ്, D ബ്ലോക്ക് എലമെൻറ്റ്സ്, എക്സ്ട്രാക്റ്റീവ് കെമിസ്ട്രി ഓഫ് വേരിയസ് മെറ്റൽ കൊമേഴ്ഷ്യൽ ഇമ്പോർട്ടൻസ്, ദെൻ കെമിസ്ട്രി ഓഫ് നോൺ ട്രാൻസിഷൻ എലമെൻറ്റ്സ് ലൈക്ക് ഗ്ലാസ്, ദെൻ തിയറീസ് ഓഫ് ആസിഡ്സ് ആൻഡ് ബേസസ് ഉണ്ട്. Then synthetic reactions of phosphorus nitrogen compounds ഉണ്ട്, lanthanides and actinides ഉണ്ട്, then coordination compounds ഉണ്ട്. ഈ ഒരു ടോപ്പിക്ക് നിങ്ങൾ പഠിക്കേണ്ടത് എങ്ങനെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, മെയിനായിട്ടും ഇതിനകത്തുനിന്ന് ചോദിക്കാൻ ചാൻസ് ഉള്ള ടോപ്പിക്കുകൾ കോർഡിനേഷൻ ഉണ്ട്, ലാന്ത്രൈഡ്സ് ആൻഡ് ആക്ടിനൈഡ്സ് ഉണ്ട്, ദെൻ നമ്മളുടെ ആസിഡ് ബേസ് കൺസെപ്റ്റ് ഉണ്ട്. HSAB ഒക്കെ നമുക്ക് സ്ഥിരമായിട്ട് നെറ്റിൻ ലെവലിൽ തന്നെ ചോദിക്കുന്ന ക്വസ്റ്റ്യൻസ് ആണ്. അപ്പോൾ ഇതിൽ നമ്മൾ ഉദ്ദേശിക്കുന്നത് ഇങ്ങനെയാണ്. ഇപ്പം നമ്മളിപ്പം ഫോർ എക്സാമ്പിൾ നമ്മൾ HSAB എന്ന് പറയുന്ന ഈ ഒരു മൊഡ്യൂളിൽ ഈ ഒരു ടോപ്പിക്കാണ് നമ്മൾ എടുക്കുന്നതെങ്കിൽ ആ ടോപ്പിക്കിൻ്റെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള നോട്ട്സ്
അതാണ് നമ്മൾ ആദ്യം പ്രൊവൈഡ് ചെയ്യുക. അത് ഡീറ്റെയിൽ എന്ന് പറയുമ്പോഴത്തേക്ക് എളുപ്പവഴി ഉൾപ്പെടെയുള്ള ഡീറ്റെയിൽഡ് നോട്ട്സ്. കാരണം നിങ്ങൾ ടോപ്പിക് എന്താണെന്ന് അറിഞ്ഞാൽ നിങ്ങൾക്ക് എളുപ്പവഴി പെട്ടെന്ന് മനസ്സിലാവത്തുള്ളൂ. അപ്പോൾ അതിനുശേഷം നമ്മൾ ആ ടോപ്പിക്കിനെ ബേസ് ചെയ്യുന്ന ക്വസ്റ്റ്യൻസ് വർക്കൗട്ട് ചെയ്യുന്നു. അതും ബേസിക് ക്വസ്റ്റ്യൻസ് അല്ല, പ്രീവിയസ് ഇയറുകളിൽ ചോദിച്ച മെയിനായിട്ടും നെറ്റിൻ്റെയും ഗേറ്റിൻ്റെയും സെറ്റിൻ്റെയും പിന്നെ PG ലെവൽ എൻട്രൻസ് എക്സാംസിൻ്റെയും ഡിഗ്രി ലെവൽ PGക്ക് പ്രവേശനം കിട്ടുന്ന മീൻസ് ഡിഗ്രി ലെവൽ എൻട്രൻസ് എക്സാംസിൻ്റെയും ക്വസ്റ്റ്യൻസ് ആയിരിക്കും നമ്മൾ മെയിനായിട്ട് ഫോക്കസ് ചെയ്യുന്നത്. അതിൽ എൻട്രൻസ് എക്സാം എന്ന് പറയുമ്പോൾ നമുക്ക് ടിഫാർ എടുക്കാം, പോണ്ടിച്ചേരി യൂണിവേഴ്സിറ്റിയുടെ എൻട്രൻസ് എക്സാംസ് എടുക്കാം. അതൊക്കെ ടിഫാറിൻ്റെ എന്നൊക്കെ പറയുമ്പോഴത്തേക്ക് നല്ല ക്വസ്റ്റ്യൻസ് ആണ്. അപ്പം അതൊരു ഇമ്പോർട്ടൻ്റ് ഒരു വേറൊരു ലെവൽ ക്വസ്റ്റ്യൻസ് ആണ് ടിഫാറിൻ്റെയൊക്കെ, ടാറ്റ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഫണ്ടമെൻ്റൽ റിസർച്ചിൻ്റെ ക്വസ്റ്റ്യൻസ്. പിന്നെ നമ്മുടെ ബാബ അറ്റോമിക് റിസർച്ച് ബാർക്കിൻ്റെ ക്വസ്റ്റ്യൻസ്. അപ്പോൾ ഈ ക്വസ്റ്റ്യൻസ് എല്ലാമായിരിക്കും നമ്മൾ ആ ഒരു ടോപ്പിക്കിൽ കവർ ചെയ്യുന്നത് മെയിനായിട്ടും. അതിനുശേഷം നമുക്ക് ടോപ്പിക് ബേസ്ഡ് ക്വസ്റ്റ്യൻസ് എടുക്കാം. കാരണം ഇപ്പം ഈ ലെവലിലാണ് നിങ്ങൾക്ക് ആ ടോപ്പിക്കിൽ നിന്ന് ക്വസ്റ്റ്യൻ ചോദിക്കുന്നതെന്ന് മനസ്സിലായാൽ എന്തൊക്കെ നിങ്ങൾക്ക് പഠിക്കണം എന്നൊരു ഐഡിയ കിട്ടും. അല്ല നിങ്ങൾ ആ ടോപ്പിക്ക് പഠിച്ചിട്ട് നോർമലി നിങ്ങൾ കുറേ ക്വസ്റ്റ്യൻസ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ഐഡിയ കിട്ടില്ല എവിടെ നിന്നൊക്കെ ആയിരിക്കും ക്വസ്റ്റ്യൻ ചോദിക്കുന്നത്, എന്തായിരിക്കും ചോദിക്കുന്നത്, എത്ര ലെവൽ വരെ ക്വസ്റ്റ്യൻസ് പോകും എന്നൊരു ഐഡിയ കിട്ടില്ല. അപ്പോൾ ഐഡിയ കിട്ടണമെങ്കിൽ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് തന്നെ വർക്കൗട്ട് ചെയ്യണം. അത് തന്നെയാണ് നമ്മൾ മെയിനായിട്ടും ഓരോ ടോപ്പിക്കിലും ഫോക്കസ് ചെയ്യുന്നത്. ടോപ്പിക് എടുക്കുക, പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് വിത്ത് ഇയർ ഉൾപ്പെടെ നമ്മൾ എന്ത് ചെയ്യുന്നു, വർക്കൗട്ട് ചെയ്യുന്നു. ഓക്കെ, ദെൻ അതിനുശേഷം മൊഡ്യൂൾ 2 നമ്മൾ ഇങ്ങനെയാണ്. നമുക്ക് മൊഡ്യൂൾ ഒരു 7 മൊഡ്യൂൾ ഉണ്ട് നമുക്ക്. ദെൻ മൊഡ്യൂൾ 2 ഇനോർഗാനിക് കെമിസ്ട്രി തന്നെയാണ്. അതിനകത്ത് നമ്മൾ കുറച്ച് കോർഡിനേഷൻ കോമ്പൗണ്ട്സ് ഡിസ്കസ് ചെയ്യുന്നുണ്ട്. എനർജി ലെവൽ ഡയഗ്രാംസ്, ദെൻ കോറിലേഷൻ ഡയഗ്രാംസ്, ടെനാവേ സുഗാനോ ഡയഗ്രാംസ്, അതൊക്കെ PG ലെവൽ ടോപ്പിക്കുകളാണ്. പിന്നെ സ്പെക്ട്രോസ്കോപ്പി ഓഫ് ഇനോർഗാനിക് കെമിസ്ട്രി നമ്മൾ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. ദെൻ അതിനുശേഷം നാനോ മെറ്റീരിയൽസിൻ്റെ കാര്യം, നോമൻക്ലേച്ചർ, ദെൻ ബയോളജിക്കൽ സിസ്റ്റംസ്, അതായത് നമ്മുടെ ബയോ ഇനോർഗാനിക് കെമിസ്ട്രി. ഇതാണ് മൊഡ്യൂൾ 2 നമുക്ക്. ഇതെല്ലാ ടോപ്പിക്കുകളും നമ്മൾ ഇങ്ങനെ തന്നെയായിരിക്കും കവർ ചെയ്ത് പോകുന്നത്. കാരണം അങ്ങനെ കവർ ചെയ്ത് പോയാലേ നമുക്ക് കാര്യമുള്ളൂ. പിന്നെ വളരെ ബേസിക് ആയിട്ടുള്ള നോട്ട്സുകളും ഇമ്പോർട്ടൻറ്റ് പോയിൻറ്റ്സുകളും പിന്നെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസും. ഇതാണ് നമ്മുടെ ഒരു ക്രൈറ്റീരിയൻ ഓഫ് നോട്ട്സ് എന്ന് പറയുന്നത്. നമ്മൾ അങ്ങനെയാണ് എടുക്കാൻ ഉദ്ദേശിക്കുന്നത്. കംപ്ലീറ്റ് മൊഡ്യൂളുകളും അങ്ങനെ തന്നെയാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. കാരണം ഒരു ലോങ് ടേം ആയിട്ട് പഠിച്ചു കഴിഞ്ഞാൽ മാത്രം കിട്ടുന്നൊരു ഡ്രീം പോസ്റ്റാണ് HSST എന്ന് പറയുന്നത്. നിങ്ങൾക്ക് തന്നെ അറിയാമല്ലോ. ഓക്കെ, ദെൻ മൊഡ്യൂൾ 3 നമുക്ക് ഇനോർഗാനിക് കെമിസ്ട്രി തന്നെയാണ്. അവിടെ നമ്മൾ ന്യൂക്ലിയർ കെമിസ്ട്രി ഉണ്ട്, സോളിഡ് സ്റ്റേറ്റ് ഉണ്ട്. ദെൻ സോളിഡ് സ്റ്റേറ്റുമായിട്ട് ബന്ധപ്പെട്ട് തന്നെയാണിത്. ദെൻ ഇലക്ട്രോണിക് സ്ട്രക്ചർ ഓഫ് സോളിഡ്സ് ഉണ്ട്. ദെൻ സം ടൈപ്പ് ഓഫ് മെറ്റീരിയൽസ് സോളിഡ് സ്റ്റേറ്റുമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന, ദെൻ സം മിക്സഡ് ഓക്സൈഡ്സ്, ദാറ്റ് കൈൻഡ് ഓഫ് ടോപ്പിക്സ്. അതാണ് നമുക്ക് ഇനോർഗാനിക്കിൽ. അപ്പോൾ 3 മൊഡ്യൂൾസാണ്. 3 മൊഡ്യൂൾസിൻ്റെ മാർക്ക് നിങ്ങൾ നോക്കിക്കാണും. എല്ലാം 8 മാർക്ക് വീതമാണ്. 3 മൊഡ്യൂൾസിന് 8 മാർക്ക് വീതമാണ്. ഓക്കെ, then അതിനുശേഷം ഓർഗാനിക് കെമിസ്ട്രിയിലോട്ട് പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഓർഗാനിക് കോമ്പൗണ്ട്സ് ഇമ്പോർട്ടൻ്റ് ആണ്. എല്ലാവർക്കും നല്ല പാട് വരുന്ന എന്നാൽ ഏറ്റവും സിമ്പിളായിട്ട് വരുന്ന ഒരു കൺസെപ്റ്റാണ് ഓർഗാനിക് കെമിസ്ട്രി. കാരണം നമ്മൾ ഓർഗാനിക് പഠിക്കുമ്പോൾ ഒരിക്കലും റിയാക്ഷൻസ് കാണാതെ പഠിക്കുകയോ അല്ലെങ്കിൽ എന്താണ് റിയാക്ഷൻ എന്നോ പഠിക്കരുത്. നിങ്ങൾ മെയിനായിട്ടും ചെയ്യേണ്ടതെന്ന് പറയുന്നത് ഒരു റിയാക്ഷൻ നടത്താൻ റിയേജൻറ്റുകളുണ്ട്. നെയിംഡ് റിയാക്ഷൻസ് ഒക്കെ ആണെങ്കിൽ കാണാതെ പഠിക്കുക. കാരണം നമുക്ക് പല ബേസിക് എക്സാംസിന്, ഇപ്പോൾ ഡിഗ്രി ലെവൽ എക്സാം ആയാൽ പോലും നമുക്ക് ഓർഗാനിക്കിനെ പറ്റി റിയാക്ഷൻസ് തന്നിട്ട് അത് ഏത് നെയിമാണെന്ന് ചോദിക്കാറുണ്ട്. നിങ്ങൾ പലപ്പോഴും കാണുന്നതാണ് ക്വസ്റ്റ്യൻസിനകത്ത്. അപ്പം അത് നിങ്ങൾ നെയിംഡ് റിയാക്ഷൻസ് എല്ലാം നിങ്ങൾ പഠിച്ചു. അപ്പോൾ നെയിംഡ് റിയാക്ഷൻസ് നമ്മൾ സെപ്പറേറ്റ് എടുക്കുന്നുണ്ട്. ഇത്രയും ടൈപ്പ് നെയിംഡ് റിയാക്ഷൻസ് നമുക്കുണ്ട്, അത് നമ്മൾ സെപ്പറേറ്റ് എടുക്കുന്നുണ്ട്. അതല്ലാതെ ഓരോ ഓർഗാനിക് റിയാക്ഷൻസിലും നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, റിയേജൻസിനെ സ്പെസിഫൈ ചെയ്ത് പഠിക്കുന്നുണ്ട്. അതിൻ്റെ സ്റ്റീരിയോ കെമിസ്ട്രിയും സ്പെസിഫിസിറ്റിയും എല്ലാം നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് നോക്കുന്നുണ്ട്. എങ്കിലും നമുക്ക് ഓർഗാനിക് കംപ്ലീറ്റ് ആയിട്ടും സ്കോർ ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പോൾ ഓർഗാനിക് കെമിസ്ട്രി നമ്മൾ നോമൻക്ലേച്ചർ ഒരുപാട് അറേഞ്ച്മെൻ്റ് ആണ്. R&S നോമൻക്ലേച്ചർ, R&S നോമൻക്ലേച്ചർ, E&S നോമൻക്ലേച്ചർ, റീസൈ നോമൻക്ലേച്ചർ, അങ്ങനെ ഒരുപാട് ടൈപ്പ് നോമൻക്ലേച്ചർ ഓർഗാനിക്കുമായിട്ട് ബന്ധപ്പെട്ടുണ്ട്. അത് നമ്മൾ കംപ്ലീറ്റ് ആയിട്ടും പഠിക്കുന്നതായിരിക്കും. അതുകൊണ്ട് ഇവിടെ നോമൻക്ലേച്ചർ കുറേ എണ്ണം ഇവിടെ കിടപ്പുണ്ട്. പിന്നെ കുറച്ച് ഓർഗാനിക് റിയാക്ഷൻസ്, മെക്കാനിസം ഓഫ് SN1, SN2, E1, E2, SN1CB, E1CB മെക്കാനിസംസ് എല്ലാം നമ്മൾ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. അതിനുശേഷം ഓർഗാനിക് കെമിസ്ട്രി 2 നമുക്ക് 8 മാർക്കാണ്. ഇവിടെ നമുക്ക് കുറേയധികം നെയിംഡ് റിയാക്ഷൻസ് തന്നിട്ടുണ്ട്. മെർവിൻ, വാഗ്നർ ഉണ്ട്, പിനക്കോൾ റീഅറേഞ്ച്മെന്റ് ഉണ്ട്, ഹോഫ്മാൻസ് ഉണ്ട്, ദെൻ സ്മിത്ത് റിയാക്ഷൻ ഉണ്ട്, ഫ്രൈസ്, ബെക്മാൻ, ഹോഫ്മാൻ മാട്രിക്സ്, ഡൈനോൾ, പിനോൾ, ബെൻസഡിൻ ആസിഡ്, ബെൻസുഡിൻ, ഫെവോസ്കി, സ്റ്റീവൻസ്, ബോഫ് റീഅറേഞ്ച്മെന്റ് എല്ലാം നമ്മൾ എന്താണ് ഇവിടെ സംഭവിക്കുന്നതെന്നും ഡീറ്റെയിൽ ആയിട്ട് നോക്കി പ്രീവിയസ് ക്വസ്റ്റ്യനും കൂടെ ചെയ്യുമ്പോഴത്തേക്ക് ഓർഗാനിക് നിങ്ങൾക്ക് സെറ്റ് ആവും. ഓക്കെ, അപ്പോൾ ഇതാണ് നമുക്ക് ഓർഗാനിക് 2 ഡിസ്കസ് ചെയ്യാനുള്ളത്. ദെൻ ഓർഗാനിക് 3 നിങ്ങൾ നോക്കിയാൽ മതി. 3 മൊഡ്യൂളും 8 മാർക്കിനാണ് ചോദിച്ചിരിക്കുന്നത്. ഓർഗാനിക്കും ഇനോർഗാനിക്കും. ഫിസിക്കലാണ് അവർ ചെറുതായിട്ടൊന്ന് മാർക്ക് കുറച്ചേക്കുന്നത്. വേറൊന്നുമല്ല, ഫിസിക്കൽ ക്വസ്റ്റ്യൻസ് ഇച്ചിരി ഒന്ന് പാടാണ്.
കാരണം നിങ്ങൾക്ക് തന്നെ അറിയാം, നമുക്ക് ഫിസിക്കൽ കെമിസ്ട്രിയിലാണ് നമ്മുടെ ക്വാണ്ടം മെക്കാനിക്സ് വരുന്നത്. എല്ലാവർക്കും പാടുള്ള ഒരു ടോപ്പിക്കാണ് ക്വാണ്ടം മെക്കാനിക്സ്. ആക്ച്വലി ഏറ്റവും സിമ്പിളാണ് ക്വാണ്ടം മെക്കാനിക്സ്. കുറേ ഓപ്പറേറ്റേഴ്സും കമ്മ്യൂട്ടേറ്റേഴ്സും കാര്യങ്ങളും അല്ല അല്ലേ. ഇതും അത് കണക്കിന് ഓർഗാനിക്സിൻ്റെ കംപ്ലീറ്റ് ഇതാണ്. സോ നമ്മളത് ഫുൾ ഡിസ്കസ് ചെയ്യുന്നതാണ്. 3 ഓർഗാനിക്കും നമുക്ക് 8 മാർക്കിനാണ് ചോദിച്ചേക്കുന്നത്, 3 ഇനോർഗാനിക്കും 8 മാർക്കാണ്. ഓക്കെ, ദെൻ ഫിസിക്കൽ കെമിസ്ട്രിയാണ്. ഫിസിക്കൽ കെമിസ്ട്രിയിൽ നമുക്ക് 5 മാർക്കിനാണ് ആദ്യത്തെ മൊഡ്യൂൾ ചോദിച്ചേക്കുന്നത്, ഫിസിക്കൽ കെമിസ്ട്രിയിലെ ഫസ്റ്റ് മൊഡ്യൂൾ. ദെൻ അതിനകത്ത് നമ്മുടെ ഗേഷ്യസ് സ്റ്റേറ്റ് ഉണ്ട്, ദെൻ മാക്സ്വെൽ ബോൾട്ട്സ്മാൻ ഡിസ്ട്രിബ്യൂഷൻ ഉണ്ട്, ദെൻ ഇലക്ട്രോണിക് സ്ട്രക്ചർ ഓഫ് സോളിഡ്സ് ഉണ്ട്. ദെൻ അതിനുശേഷം നമ്മൾ നമ്മുടെ തെർമോഡൈനാമിക്സ് ഡിസ്കസ് ചെയ്യുന്നുണ്ട്, സ്റ്റാറ്റിസ്റ്റിക്കൽ തെർമോഡൈനാമിക്സ് ഡിസ്കസ് ചെയ്യുന്നുണ്ട്, ഇക്വിലിബ്രിയത്തിൻ്റെ കുറച്ച് പോർഷൻ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. ഇതാണ് അവർ ഫിസിക്കലിലെ മൊഡ്യൂൾ 1 ആയിട്ട് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അതിന് 5 മാർക്കാണ് അവർ കൊടുത്തേക്കുന്നത്. ഫിസിക്കൽ 2-നും അവർ 5 മാർക്കാണ് കൊടുത്തേക്കുന്നത്. ഇവിടെ നമ്മളുടെ അബ്സോർപ്ഷനുമായിട്ട് ബന്ധപ്പെട്ടിരുന്ന കുറച്ച് കാര്യങ്ങളാണ്. അവിടെ ബെറ്റ് തിയറി, പിന്നെ അത് കണക്ക് തന്നെ അബ്സോർപ്ഷൻ, ഐസോതെർമൽ, ലാക്മൂർ, പിന്നെ അത് കണക്ക് തന്നെ ഐസോതെർം റിയാക്ഷൻസ് ഇല്ലേ അതിനെപ്പറ്റി. തന്നെ അതിന് ശേഷം നമ്മളുടെ ഇലക്ട്രോ കെമിസ്ട്രി മീൻസ് ഓവർ പൊട്ടൻഷ്യൽ, ഇലക്ട്രോ കെമിക്കൽ സെൽസ്, ആ ഡീറ്റെയിൽസ്. തന്നെ അതിന് ശേഷം കൈനറ്റിക്സിൻ്റെ കുറച്ച് ബേസിക് കാര്യങ്ങൾ. എല്ലാവർക്കും കൈനറ്റിക്സ് ഇലക്ട്രോ കെമിസ്ട്രിയൊക്കെ ഒരു +2 ലെവലാണ് കൂടുതലും. പിന്നെ കുറച്ചും കൂടെ അഡ്വാൻസ്ഡ് ആയിട്ട് കുറച്ച് 2-3 ടോപ്പിക്സ് ഉൾപ്പെടുത്തുന്നതേ ഉള്ളൂ. +2 ലെവലിൽ നിങ്ങൾക്ക് അറിയാമെങ്കിൽ തന്നെ ഏകദേശം ഇലക്ട്രോ കെമിസ്ട്രി, കെമിക്കൽ കൈനറ്റിക്സ് ഒക്കെ നമുക്ക് ചെയ്യാൻ പറ്റും, വേറെ കാര്യമൊന്നുമില്ല. പിന്നെ സോളിഡ് സ്റ്റേറ്റ് നമുക്ക് ചെയ്യാൻ പറ്റും +2 ലെവൽ അറിയാമെങ്കിൽ. കുറച്ചും കൂടെ കാര്യങ്ങൾ ഡീറ്റെയിൽസ് ആയിട്ട് പഠിച്ചാൽ മതി. ഓക്കെ, അതിനുശേഷം മൊഡ്യൂൾ 9 അതും 5 മാർക്കിനാണ്. അതും ഫിസിക്കൽ കെമിസ്ട്രി തന്നെയാണ്. ഈ ഫിസിക്കൽ കെമിസ്ട്രി 3 5 മാർക്കിനും, ബാക്കി ഓർഗാനിക് 3 8 മാർക്കിനും, ഇനോർഗാനിക് 3 8 മാർക്കിനുമാണ്. ഓക്കെ, പിന്നെ അതിനുശേഷം ഫിസിക്കൽ കെമിസ്ട്രിയിലെ ലാസ്റ്റ് മൊഡ്യൂൾ എന്ന് പറയുന്നത് നമ്മളുടെ കുറച്ച് ക്വാണ്ടം മെക്കാനിക്സുമായിട്ട് ബന്ധപ്പെട്ടിരുന്ന കുറച്ച് കാര്യങ്ങളാണ്. ദെൻ വേവ് ഫംഗ്ഷൻ്റെ കാര്യങ്ങൾ പറയുന്നുണ്ട്. ദെൻ കമ്പ്യൂട്ടേഷണൽ കെമിസ്ട്രി, അത് നമ്മളുടെ പുതിയൊരു കൺസെപ്റ്റാണ് ഈ കമ്പ്യൂട്ടേഷൻ എന്ന് പറയുന്നത്. അതിൻ്റെ കുറച്ച് കാര്യങ്ങൾ, അത് നമുക്ക് നമ്മുടെ സോഫ്റ്റ്വെയറുമായിട്ട് ബന്ധപ്പെട്ടിരുന്ന കാര്യങ്ങളാണ്. അങ്ങനെ കുറച്ച് കാര്യങ്ങൾ നമ്മളവിടെ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. ദെൻ നമ്മളുടെ സ്റ്റാറ്റിസ്റ്റിക്കൽ തെർമോഡൈനാമിക്സ്, ദെൻ കുറച്ച് സിമെട്രിക് ഓപ്പറേഷൻ, നമ്മുടെ ഗ്രൂപ്പ് തിയറി എന്ന് പറയുന്ന കുറച്ച് സിമെട്രിക് ഓപ്പറേഷൻസ്, ദെൻ ഇലക്ട്രോണിക് സ്പെക്ട്രോസ്കോപ്പി, നമ്മളുടെ ESR, ദെൻ അത് കണക്കിന് ഇലക്ട്രോണിക്, ദെൻ അത് കണക്ക് തന്നെ രാമന്, IR, UV, അങ്ങനെ കുറച്ച് സ്പെക്ട്രോസ്കോപ്പിയുടെ കാര്യങ്ങൾ. ഇതെല്ലാം ഫിസിക്കലാണ്. നിങ്ങൾ നോക്കിയാൽ മതി, ഫിസിക്കലിനെല്ലാം അവർ 5 മാർക്കാണ് കൊടുത്തേക്കുന്നത്. വേറൊന്നും കൊണ്ടല്ല, ഈ ഫിസിക്കലിൻ്റെ ടോപ്പിക്സ് കുറച്ച് പാടാണ്, അതുകൊണ്ടാണ് ഇവർ 5 മാർക്കിന് ഉൾപ്പെടുത്തിയേക്കുന്നത്. ബാക്കി ഇനോർഗാനിക്കിൻ്റെ 3 ടോപ്പിക്ക് 8 മാർക്കും, ഓർഗാനിക്കിൻ്റെ 3 8 മാർക്കിനുമാണ്. പിന്നെ ലാസ്റ്റ് വരുന്നതെന്ന് പറയുന്നത് നമ്മളുടെ അനലിറ്റിക്കൽ കെമിസ്ട്രിയാണ്. ഇവിടെ നമ്മൾ കുറച്ച് എറേഴ്സും, പിന്നെ അതിനൊക്കെ കുറച്ച് എറേഴ്സുമായിട്ട് ബന്ധപ്പെട്ടിരുന്ന Q ടെസ്റ്റ്, F ടെസ്റ്റ്, അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങൾ. then അത് കഴിഞ്ഞിട്ട് ക്വാണ്ടിറ്റേറ്റീവ് അനാലിസിസ്, അത് DTA, TG, DSC, ഇതൊക്കെ നമ്മൾ ലാബിൽ ചെയ്യുന്നതാണ് PG ലെവലിൽ. ഓക്കെ, അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങൾ. then കുറച്ച് പ്രിൻസിപ്പിൾസ്, നമ്മുടെ ഗ്രീൻ കെമിസ്ട്രിയുമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന 12 പ്രിൻസിപ്പിൾസ്, അതുമായിട്ട് വരുന്ന കുറച്ച് കാര്യങ്ങൾ. then നമ്മളുടെ നാനോ മെറ്റീരിയൽസ്, then അതിനുശേഷം നമ്മളുടെ കുറച്ച് സോളിഡ് മെറ്റീരിയൽസ്, ജിയോ ഇലക്ട്രിക്, അങ്ങനെയുള്ള കുറച്ച് സോളിഡ് മെറ്റീരിയൽസ്. ഇതാണ് നമ്മുടെ ലാസ്റ്റ് മൊഡ്യൂളിൽ അവർ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അപ്പോൾ ഇത്രയും മൊഡ്യൂൾസാണ് നമുക്ക് നമ്മളുടെ HSST കെമിസ്ട്രിയുമായിട്ട് ബന്ധപ്പെട്ട് വരുന്നത്. ഇതിൽ നിങ്ങൾ നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും, കൂടുതലും അവർ ഫോക്കസ് ചെയ്തിരിക്കുന്നത് ഇനോർഗാനിക്കും ഓർഗാനിക്കുമാണ്. പിന്നെ ഫിസിക്കലിൻ്റെ കുറച്ച് കാര്യങ്ങൾ, അത് ഒരു 15 മാർക്കിനാണ് അവർ 3 മൊഡ്യൂൾ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. പക്ഷേ അത് നമുക്ക് കൂടുതലുണ്ട് പഠിക്കാനായിട്ട്, കുറച്ച് പാടും അത് തന്നെയാണ്. പക്ഷേ എളുപ്പത്തിൽ നമുക്ക് പഠിച്ചെടുക്കാവുന്നതേ ഉള്ളൂ. പിന്നെ ലാസ്റ്റ് മൊഡ്യൂൾ അവർ പുതിയ ടോപ്പിക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടി കൊടുത്തേക്കുന്ന മൊഡ്യൂളാണ്. അവിടെ നമ്മൾ കുറച്ച് പുതിയ കാര്യങ്ങളാണ് ഡിസ്കസ് ചെയ്യുന്നത്. അതാണ് അനലിറ്റിക്കൽ കെമിസ്ട്രി എന്ന് പറഞ്ഞ് അവർ കൊടുത്തേക്കുന്നത്. പിന്നെ നമുക്ക് വരുന്നതെന്ന് പറയുന്നത് നമ്മളുടെ സെറ്റും നമ്മുടെ B.Ed എക്സാംസുമായിട്ട് ബന്ധപ്പെട്ടിരുന്ന കുറച്ച് ടോപ്പിക്കാണ്. അതാണ് നമുക്ക് നെക്സ്റ്റ് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അപ്പം ഇത്രയുമാണ് നമുക്ക് ഈ ഒരു സെക്ഷനിൽ നമ്മുടെ സിലബസിൻ്റെ കാര്യം പറയാനുള്ളത്. പിന്നെ ഒരു കാര്യം എന്ന് പറയുന്നത്, I+ ഉദ്ദേശിക്കുന്നത് ഈ ഓരോ സിലബസും നിങ്ങളെ ക്ലിയർ ആയിട്ട് മനസ്സിലാക്കി, എത്രത്തോളം നിങ്ങൾ പഠിക്കണമെന്ന് നിങ്ങളെ ക്ലിയർ ആയിട്ട് മനസ്സിലാക്കി തരും. അത് മനസ്സിലാക്കി തരാൻ നമുക്ക് ടോപ്പിക്കല്ല വേണ്ടത്, അതുമായിട്ട് ബന്ധപ്പെട്ടിരുന്ന പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ആണ്. അപ്പോൾ ഓരോ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസും ഏത് ഇയർ ഏത് ക്വസ്റ്റ്യൻസ്, മെയിൻലി PG ലെവൽ മാത്രമാണ് നമ്മൾ ഫോക്കസ് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും ഏത് ലെവൽ വരെ പഠിച്ചാലാണ് ഈ ടോപ്പിക്കിൻ്റെ ക്വസ്റ്റ്യൻസ് ചെയ്യാൻ പറ്റുന്നതെന്ന്. പിന്നെ നിങ്ങൾക്ക് ഈസി ആയിട്ട് ഏത് ക്വസ്റ്റ്യൻസും ചെയ്യാൻ പറ്റും. ഇത് തന്നെയാണ് I+ ഉദ്ദേശിക്കുന്നത്. അപ്പം ഈ I+ൻ്റെ C50 ബാച്ച് എന്ന് പറയുന്ന ബാച്ചിൽ പെട്ടെന്ന് ജോയിൻ ചെയ്തോളാം. അപ്പോൾ നമുക്ക് HSST കെമിസ്ട്രി ഒരുമിച്ച് പഠിച്ചു തുടങ്ങാം.